ഹലോ ബഡീസ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഹണ്ടർ എക്സ് ഹണ്ടർ സീസൺ 2 എപ്പിസോഡ് 31 ഡെസ്റ്റിനി ആൻഡ് ടെനാസിറ്റി ആണ്. എപ്പിസോഡിന്റെ തുടക്കത്തിൽ മാസ്റ്റർ വിങ് ചിന്തിക്കുകയാണ്, ഞാനിപ്പോൾ ഏതു തരത്തിലുള്ള മൃഗത്തെയാണ് ഉണർത്തിയതെന്ന് എനിക്കിപ്പോൾ മനസ്സിലാകുന്നുണ്ട്. അതേസമയം തന്നെ അവന്റെ ഓറ വേറെ ലെവലായിട്ട് മാറുന്നു. സുസി തിരിഞ്ഞു നോക്കിക്കൊണ്ട് ചോദിക്കുന്നു, മാസ്റ്റർ, അങ്ങേക്ക് എന്തു പറ്റി? അതേസമയം ഗോൺ സുഖം പ്രാപിച്ചു വരികയാണ്. ഗോണിന്റെ കൈ ഒടിഞ്ഞിട്ട് ഏകദേശം 1 മാസമായി. അവൻ പതിയെ സുഖം പ്രാപിച്ചു വരുന്നു. പെട്ടെന്ന് അവൻ തന്റെ മുറിയിൽ ഒരു കൈയിൽ കുട്ടി നിൽക്കുന്നതായി കാണപ്പെടുന്നു. ഹേയ് ഗോൺ, എനിക്ക് നിന്നോടൊരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനുണ്ട്. കില്ലുവ മുറിയിലേക്ക് വരുമ്പോൾ പറയുന്നു. ഗോൺ തലകുത്തി നിൽക്കുന്നത് കണ്ട്, ഹേയ് ഇതെന്താ, നീ തലകുത്തി നിൽക്കുകയാണ്? നിന്റെ കൈക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? കില്ലുവ ചോദിക്കുന്നു. അതെ, എന്റെ കൈക്ക് ഒരു കുഴപ്പവുമില്ല. ഗോൺ സന്തോഷത്തോടെ മറുപടി നൽകുന്നു. അവന്റെ പരിക്ക് കണ്ടപ്പോൾ അവൻ 4 മാസം കിടപ്പിലാകുമെന്ന് ഞാൻ കരുതി. പക്ഷേ ഈ ഭ്രാന്തൻ 1 മാസം കൊണ്ട് എഴുന്നേറ്റു. ഹേയ്, നിന്റെ ശരീരം എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? നീ വളരെ വ്യത്യസ്തനാണ്, കില്ലുവ കളിയാക്കുന്നു. ശരി, അത് വിട്ടേക്ക്. ആദ്യം നീ എന്തിനാണ് എന്നെ കാണാൻ വന്നതെന്ന് പറയൂ, ഗോൺ ചോദിക്കുന്നു. നോക്കൂ, എന്റെ കയ്യിൽ ഒരു ടിക്കറ്റ് ഉണ്ട്, കില്ലുവ പറയുന്നു. അതിനെന്താ? അതൊരു സാധാരണ ടിക്കറ്റ് അല്ലേ? ഗോൺ മറുപടി നൽകുന്നു. അല്ല, ഇതങ്ങനെയല്ല. ഹിസോദിയുമായുള്ള ഒരു പ്രധാനപ്പെട്ട പോരാട്ടത്തിനുള്ള ടിക്കറ്റാണിത്, കില്ലുവ വിശദീകരിക്കുന്നു. നീയും ഞാനും 200-ാം നിലയിലെത്തി. അതിനാൽ ഈ ടിക്കറ്റുകളെല്ലാം നമുക്ക് സൗജന്യമാണ്. 8 മുതൽ 3 വരെ അനുവാദത്തിൽ ഹിസോക പലരോടും ജയിച്ചിട്ടുണ്ട്. പലരെയും അവൻ ഇടിച്ചിട്ടുണ്ട്. പക്ഷേ അവൻ തോറ്റ 6 പേരെയും അവൻ കൊന്നിട്ടുണ്ട്, കില്ലുവ തുടരുന്നു. മാത്രമല്ല, അവൻ എങ്ങനെ 3 തവണ തോറ്റു? ഗോൺ ചോദിക്കുന്നു. അവനൊരു പോരാട്ടത്തിന് സൈനപ്പ് ചെയ്തു. പക്ഷേ ചില കാരണങ്ങളാൽ അവൻ എത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് അവൻ 3 തവണ തോറ്റത്. പക്ഷേ അവൻ അവസാനം പോരാടിയത് കാസ്ട്രോ എന്ന ഒരു വ്യക്തിക്കെതിരെയായിരുന്നു. അവൻ കാസ്ട്രോയ്ക്കെതിരെ വിജയിച്ചു. തുടർന്നുള്ള 3 മത്സരങ്ങൾ അവൻ ഉപേക്ഷിച്ചു. കില്ലുവ അവർ അരീനയിലേക്ക് നടക്കുമ്പോൾ വിശദീകരിക്കുന്നു. എനിക്ക് തോന്നുന്നില്ല ഇനിയും ഫൈറ്റ് കാണാൻ പോകുന്നത് അത്ര നല്ല ഐഡിയ ആണെന്ന്. 2 മാസത്തേക്ക് ഒന്നും ചെയ്യരുതെന്ന് മാസ്റ്റർ വിങ് എന്നോട് പറഞ്ഞതല്ലേ? ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യും? കളി കാണാൻ പോലും പോകരുത്, ഗോൺ പറയുന്നു. അതൊന്നും ഒരു വിഷയമല്ല. നിന്റെ കൈ ഇപ്പോൾ ഓക്കെ അല്ലേ? നീ കളി കാണാനല്ലേ പോകുന്നുള്ളൂ. നീ നിന്നെപ്പറ്റി ഒന്നും പഠിക്കാൻ പോകുന്നില്ലല്ലോ. കില്ലുവ ഗോണിനെയും കൂട്ടി മുന്നോട്ട് നടക്കുന്നു. അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, അവൻ പറയുന്നു. അപ്പോഴാണ് ഗോൺമിങ്ങിന്റെ വാക്കുകൾ ഓർക്കുന്നത്. നീ 2 മാസത്തേക്ക് ഒന്നും പഠിക്കരുത്. മാസ്റ്ററായി നിന്നെ ഞാൻ പഠിപ്പിക്കുന്നത് വരെ. അങ്ങനെ ചിന്തയിൽ മുഴുകിയിരിക്കുമ്പോൾ നിങ്ങൾ 2 പേരും എങ്ങോട്ടാണ് പോകുന്നതെന്ന് എനിക്കറിയാമോ എന്ന് ചോദിച്ച് വിങ് അവരെ തടസ്സപ്പെടുത്തുന്നു. മാസ്റ്റർ വിങ്, നിങ്ങൾ ഞങ്ങളെ ഇങ്ങനെ പേടിപ്പിക്കരുത്. ഞങ്ങൾ ശരിക്കും പേടിച്ചുപോയി, അവർ പറയുന്നു. നിങ്ങൾ 2 പേരും എങ്ങോട്ടാ പോകുന്നത്? ഓ ഗോൺ, നിന്റെ കൈ സുഖമായോ? വിങ് ചോദിക്കുന്നു. അതെ മാസ്റ്റർ, എന്റെ കൈ പൂർണ്ണമായും സുഖമായി, ഗോൺ മറുപടി പറയുന്നു. നിന്റെ ശരീരത്തിലെ റീജനറേറ്റീവ് സെല്ലുകൾ വളരെ അപൂർവമാണ്. നിന്റെ കൈക്ക് കുഴപ്പമൊന്നുമില്ലെങ്കിലും 2 മാസത്തേക്ക് ഒന്നും പഠിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതിനാൽ നീ ഒന്നും പഠിക്കരുത്. നീ ഒരു കളിയും കാണരുത്. മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പോകൂ, വിങ് നിർദ്ദേശിച്ച് അവിടെ നിന്ന് പോകുന്നു. അതേസമയം കില്ലുവ പറയുകയാണ്, ശരി, നീ ഇവിടെ തന്നെ നിന്നു. ഞാൻ പോയി മാച്ച് കണ്ടിട്ട് എന്താ സംഭവിച്ചതെന്ന് നിന്നോട് പറയാം. വിങ് നിരീക്ഷിച്ചു. അവന്റെ റീജനറേറ്റീവ് സ്കിൽസ് ശരിക്കും അപാരം തന്നെ. ഞാൻ ശരിക്കും ഒരു ബീസ്റ്റിനെയാണ് ഉണർത്തിയിരിക്കുന്നതെന്ന് തോന്നുന്നു. അവൻ ഗോണിന്റെ ഓറ ചെക്ക് ചെയ്യാൻ വേണ്ടി തന്റെ ഓറ ഉപയോഗിക്കുന്നു. ഇവന്റെ ഓറ ശരിക്കും ഡെൻസാണ്. ഇവന്റെ കൈക്ക് മുറിവ് പറ്റിയത് മുതൽ അവൻ എങ്ങനെയൊക്കെയോ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സൂസിയും വിങ്ങും പോകുമ്പോൾ പറയുന്നുണ്ട്, ഇവനെ കണ്ടോണ്ടിരുന്നാൽ എന്റെ ക്ഷമ നശിക്കരുത്. അതേസമയം ഗോൺ തന്റെ മുറിയിൽ ധ്യാനത്തിലാണ്. അവിടെ TV ഓണാണ്. മത്സരത്തിനായി എല്ലാവരും മത്സരവേദിയിലെത്തിയിട്ടുണ്ട്. മത്സരത്തിന് ഇനിയും 1 മണിക്കൂറോളം സമയമുണ്ട്. പക്ഷേ ജനക്കൂട്ടം ഇതിനകം ഒത്തുകൂടി തുടങ്ങി. വനിതാ കമന്റേറ്റർ പ്രഖ്യാപിക്കുന്നു. വിങ്ങിന്റെ ദൃശ്യവാഗ്ദാനം ഗോൺ ഓർക്കുന്നു. നീ ഈ കയ്യിൽ നോക്കുമ്പോഴെല്ലാം നീ എനിക്ക് തന്ന വാഗ്ദാനം ഓർക്കും. അതിനാൽ നീ ഒരു മത്സരത്തിലും പങ്കെടുക്കരുത്. ഗോൺ പോരാട്ടം കാണാനുള്ള ആഗ്രഹം അടിച്ചമർത്തുന്നു. പക്ഷേ അത് കാണാൻ അവൻ ആകാംക്ഷയിലാണ്. മത്സരവേദിയിലായിരിക്കുമ്പോൾ അവൻ ടെൻ ഉപയോഗിക്കുന്നത് പരിശീലിക്കുന്നു. 2 കൊല്ലം മുമ്പ് നടന്ന സംഭവങ്ങൾ വീണ്ടും ആവർത്തിക്കാൻ പോകുക. 2 കൊല്ലം മുമ്പ് തോറ്റുപോയ കാസ്ട്രോ ഇന്ന് ഹിസോഗയുമായി ഫൈറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇവർ 2 പേരും ബദ്ധശത്രുക്കളാണ്. എത്ര തീവ്രമായിട്ടായിരിക്കും ഇവർ ഫൈറ്റ് ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് കാണാം എന്ന് കമന്റേറ്റർ ഓരോ ഫൈറ്ററിനെയും പരിചയപ്പെടുത്തുമ്പോൾ പറയുന്നു. ഇതാണ് കാസ്ട്രോ എന്ന് പറഞ്ഞ് കമന്റേറ്റർ കാസ്ട്രോയെ പരിചയപ്പെടുത്തുമ്പോൾ കാസ്ട്രോയെ കണ്ട കില്ലുവ ചിന്തിക്കുന്നു, ഹിസോഗയുമായി ഫൈറ്റ് ചെയ്യാൻ പോവാ. ഇവനൊരു ദിനോസറോ കാട്ടുപോത്തോ ഒക്കെ പോലെ ആയിരിക്കുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ഇവനൊരു പൂമ്പാറ്റയെ പോലെയുണ്ടല്ലോ. കില്ലുവയ്ക്ക് ഒരു ഐഡിയ വരുന്നു. ഇവൻ ഹിസോഗയുമായി ഫൈറ്റ് ചെയ്യാൻ പോവുകയാണെങ്കിൽ എനിക്കൊന്ന് പോയി ഇവനെ ചെക്ക് ചെയ്താലോ? സെക്യൂരിറ്റി ഗാർഡുകൾ ഉള്ള പ്രൈവറ്റ് മുറിയിലാണ് കാസ്ട്രോ താമസിക്കുന്നതെന്ന് അവൻ കാണുന്നു. അതുകൊണ്ട് അവനെ കാണാൻ പറ്റില്ല. കില്ലുവ അവൻ കഴിച്ചോണ്ടിരുന്ന ഒരു പീസ് ഗമ്മെടുത്ത് ചുമരിൽ ഒട്ടിക്കുന്നു. അത് പൊട്ടി സെക്യൂരിറ്റിക്കാർ ഞെട്ടുന്നു. ആ തക്കം നോക്കി അവൻ അവന്റെ സെറ്റ്സ് ഉപയോഗിച്ച് അവന്റെ സാന്നിധ്യം മറിച്ച് കാസ്ട്രോയുടെ മുറിയിലേക്ക് ഒളിച്ചു കടക്കുന്നു. അകത്ത് കാസ്ട്രോ ഇരിപ്പുണ്ട്. എന്റെ റൂമിന്റെ മുന്നിൽ നീ എന്തെടുക്കുവാടാ എന്ന് ചോദിച്ച് കാസ്ട്രോ കില്ലുവയുടെ പുറകിൽ പ്രത്യക്ഷപ്പെടുന്നു. അത് അസാധ്യമാ. ഇവൻ എന്റെ മുന്നിൽ ഇരിക്കുവായിരുന്നല്ലോ, ഇപ്പോഴിതാ എന്റെ പുറകിൽ.
ഇവൻ എന്നെ എങ്ങനെ അന്ധനാക്കി വാതിൽ തുറന്ന് എന്റെ പുറകിൽ വന്നു നിന്നു. അത് അസാധ്യമാണ്. ഞാൻ അവന്റെ മുന്നിൽ നിൽക്കുകയായിരുന്നു. അവൻ നീങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ അവനെ കാണേണ്ടതല്ലേ? എന്തായാലും ഇത് എങ്ങനെയെങ്കിലും മാനേജ് ചെയ്യാം എന്ന് ചിന്തിച്ച് കില്ലുവ പറയുന്നു, ഞാൻ നിന്റെ ഓട്ടോഗ്രാഫ് വാങ്ങാൻ വന്നതാ. ഓ, നീ കില്ലുവയല്ലേ? നീ എന്നെ പുകഴ്ത്തുവാണോ എന്ന് പറഞ്ഞ് കാസ്ട്രോ കില്ലുവയെ കൃത്യമായി തിരിച്ചറിയുന്നു. 200-ാം നില വരെയുള്ള എന്റെ എല്ലാ ശത്രുക്കളെയും ഞാൻ വിശകലനം ചെയ്യാറുണ്ട്. നീയും നല്ലൊരു ഫൈറ്ററാ. ഗോൺ എവിടെ എന്ന് അവൻ ചോദിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഫൈറ്റ് ചെയ്യാൻ വലിയ ഇഷ്ടമൊന്നുമില്ല. ഞാൻ നിന്നെ കാണാൻ വന്നതാ എന്ന് കില്ലുവ പറയുന്നു. ഇപ്പോൾ എന്നെ കാണാൻ എങ്ങനെയുണ്ട്? കാസ്ട്രോ ചോദിക്കുന്നു. നിങ്ങളെ കാണാൻ നല്ല ഭംഗിയുണ്ട് സാർ. നല്ല മസ്കുലറാ. കില്ലുവ മറുപടി പറയുന്നു. ഈ നിലയിൽ നിന്റെ സാന്നിധ്യം മറയ്ക്കാൻ നീ സെറ്റ്സ് ഉപയോഗിച്ചു. അത് ശരിക്കും അടിപൊളിയായിരുന്നു. പക്ഷേ നീ ഈ നിലയിൽ വരുന്നതിനു മുമ്പ് നിന്റെ സാന്നിധ്യം മറയ്ക്കണമായിരുന്നു. കാരണം നീ ഇവിടെ വന്നതിന് ശേഷമാണ് അത് മറച്ചത്. അതുകൊണ്ട് എനിക്ക് നിന്റെ ഓറ ഫീൽ ചെയ്യാൻ പറ്റി. അങ്ങനെയാണ് ഞാൻ നിന്നെ എളുപ്പത്തിൽ കണ്ടുപിടിച്ചത്. കാസ്ട്രോ വിശദീകരിക്കുന്നു. അയ്യോ, അങ്ങനെയാണോ? നിങ്ങൾ എങ്ങനെയാ അത് ചെയ്യുന്നേ? എന്നെ ഒന്ന് പഠിപ്പിക്കാമോ? കില്ലുവ ചോദിക്കുന്നു. സാരമില്ല, നമുക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റാത്തോണ്ട് ഞാൻ നിന്നെ പഠിപ്പിക്കാം. കാസ്ട്രോ പറയുന്നു. ഏയ്, ഞാൻ നിന്നോട് ഫൈറ്റ് ചെയ്യാൻ പോകുന്നില്ല. ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ അത്? കില്ലുവ തമാശയായി ചോദിക്കുന്നു. മത്സരം ഉടൻ തന്നെ ആരംഭിക്കാൻ പോവാണ്. കില്ലുവ അവിടെ ഇരുന്ന് കളി കാണുവാണ്. 2 വർഷം മുൻപ് ഞാൻ നിന്നോട് തോറ്റു. പക്ഷേ അതെല്ലാം ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. നിന്നോട് തോറ്റതിന് ശേഷം ഞാൻ ഒരുപാട് ടെക്നിക്കുകൾ പഠിച്ചു. അതുകൊണ്ട് ഇനി ഞാൻ നിന്നോട് തോൽക്കില്ല. 2 വർഷം മുമ്പ് ഞാൻ ചെയ്ത ട്രെയിനിങ്ങിന്റെ റിസൾട്ട് നിനക്ക് കാണിച്ചു തരാം. കാസ്ട്രോ അറ്റാക്ക് ചെയ്യാൻ തയ്യാറായി നിന്നു. ആദ്യത്തെ അടി ഞാൻ തന്നെ തരാം എന്നും പറഞ്ഞ് കാസ്ട്രോ മുമ്പോട്ട് കുതിച്ചു. ഒരടി കൊടുത്തിട്ട് മിന്നൽ വേഗത്തിൽ മറ്റൊരിടത്തേക്ക് മാറി വീണ്ടും ഒരടി. ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാസ്ട്രോ ഹിസോഗയ്ക്ക് ആദ്യത്തെ അടി കൊടുത്തിരിക്കുന്നു. കമന്റേറ്റർ ഉദ്വേഗത്തോടെ പറഞ്ഞു. ഇതെങ്ങനെ സംഭവിച്ചു? ഹിസോഗ അത് വെട്ടിമാറ്റുമെന്ന് ഞാൻ വിചാരിച്ചു. കാണികളിൽ ഒരാൾ പറഞ്ഞു. നിന്റെ കഴിവിന്റെ പരമാവധി പുറത്തെടുക്കൂ ഹിസോഗ, കാസ്ട്രോ ആത്മവിശ്വാസത്തോടെ വെല്ലുവിളിച്ചു. അവിശ്വസനീയം. കാസ്ട്രോ ആദ്യത്തെ അടി അടിച്ചിരിക്കുന്നു. അതും ക്ലീൻ ഹിറ്റ്, കമന്റേറ്റർ പ്രഖ്യാപിച്ചു. ഈ 2 വർഷത്തെ എന്റെ ട്രെയിനിങ് എല്ലാം ഇപ്പോൾ ഫലം കാണാൻ പോവുകയാണ്, കാസ്ട്രോ പറഞ്ഞു. കൊള്ളാം, നീ നന്നായി പരിശീലിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. നിനക്ക് ശരിക്കും എന്നെ അടിക്കാൻ പറ്റുന്നുണ്ട്, ഹിസോഗ പറഞ്ഞു. സംസാരം നിർത്തി വന്ന് ഫൈറ്റ് ചെയ്യൂ, കാസ്ട്രോ വീണ്ടും ആക്രമിച്ചു. ഹിസോഗ ആദ്യത്തെ ആക്രമണം വെട്ടിമാറ്റിയെങ്കിലും അടുത്ത അടിയിൽ അവന്റെ മറ്റേ കവളത്തിലിട്ടി. ഞാൻ നിന്നെ ഇപ്പോൾ ഇരിക്കാൻ പോകുക, കാസ്ട്രോ കുതിച്ചു ചാടി. പക്ഷെ ഹിസോഗ ഒഴിഞ്ഞു മാറി. എന്താ പ്രശ്നം ഹിസോഗ? നീ എന്താ ഫൈറ്റ് ചെയ്യാതെ ഓടിപ്പോകുന്നേ? കാസ്ട്രോ ചോദിച്ച് ഒരു കിക്ക് കൊടുത്തു. പെട്ടെന്ന് അവൻ ഹിസോഗയുടെ പിന്നിൽ പ്രത്യക്ഷപ്പെട്ട് അവന്റെ മുഖത്ത് ഒരു പവർഫുൾ കിക്ക് കൊടുത്തു. ഹിസോഗ വീണുപോയി. എല്ലാവരും ഞെട്ടി ഇനി എന്ത് സംഭവിക്കുമെന്ന് അറിയാതെ നിൽക്കുകയാണ്. വിങ്ങും സൂസിയും അവിശ്വസനീയതയോടെ കളി കാണുന്നു. ഫൈറ്റിന്റെ തീവ്രതയെക്കുറിച്ച് അവർ സംസാരിക്കുന്നു. നീ എഴുന്നേറ്റ് വന്ന് എന്നോട് ഫൈറ്റ് ചെയ്യാൻ പോകുവാണോ ഹിസോഗ? നീ ഇത്ര ദയനീയമായി തോൽക്കാൻ പോകുവാണോ? എഴുന്നേൽക്ക്, കാസ്ട്രോ ആവശ്യപ്പെട്ടു. ഹിസോഗ, നിനക്ക് എഴുന്നേൽക്കാൻ പറ്റുമോ ഇല്ലയോ? റഫറി ചോദിച്ചു. ഒരു വില്ലൻ ചിരിയോടെ ഹിസോഗ എഴുന്നേറ്റു. കാസ്ട്രോ, നമ്മൾ 2 വർഷം മുൻപ് ഏറ്റുമുട്ടിയതിനേക്കാൾ നീ ഇപ്പോൾ ഒരുപാട് സ്ട്രോങ് ആയിട്ടുണ്ട്. നീ ഇപ്പോൾ കാണിച്ച ആ പുതിയ ടെക്നിക്ക് ശരിക്കും അത്ഭുതം തന്നെ. നിന്റെ ആ ടെക്നിക്ക് ഒരേ സമയം അവിടെയും ഇവിടെയും ഉണ്ടെന്നാണ് തോന്നുന്നത്. നീ സ്വയം അപ്രത്യക്ഷമായിട്ട് എന്നെ അറ്റാക്ക് ചെയ്യുവാണോ? പക്ഷേ നീ പൂർണ്ണമായിട്ടും അപ്രത്യക്ഷമായി എന്ന് തോന്നുന്നില്ല. അതൊരു അല്പം സ്ട്രെയിഞ്ച് ആണ് എന്ന് ഹിസോഗ നിരീക്ഷിക്കുന്നു. നീ എന്തൊക്കെ ചെയ്താലും നിനക്ക് ആ ടെക്നിക്ക് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന ടെക്നിക്ക് ഉപയോഗിച്ച് നിന്റെ ആ കൈ ഞാൻ വലിച്ചു കീറും എന്ന് കാസ്ട്രോ ഭീഷണിപ്പെടുത്തുന്നു. ഇനി ഞാൻ എന്റെ ടൈഗർ ബൈറ്റ് ഉപയോഗിക്കാൻ പോവുകയാണ് എന്ന് അവൻ പുതിയ ഒരു ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് അനൗൺസ് ചെയ്യുന്നു. വൗ, കാസ്ട്രോ ടൈഗർ ബൈറ്റ് ഉപയോഗിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് കാണികൾ ആർപ്പ് വിളിക്കുന്നു. ഇത് അൺബിലീവബിൾ ആണ്. ടൈഗർ ബൈറ്റ് ഉപയോഗിച്ച് ഹിസോഗയുടെ കൈ നഷ്ടപ്പെട്ടാൽ ഇതൊരു ക്രിട്ടിക്കൽ മാച്ച് ആയിട്ട് മാറും. ഇനി എന്താ ചെയ്യേണ്ടത് എന്നെനിക്കറിയില്ല എന്ന് പറഞ്ഞ് കില്ലുവ ആശങ്കയോടെ ചിന്തിക്കുന്നു. കരിയുമെങ്കിൽ എടുത്തോടാ എന്ന് പറഞ്ഞ് ഹിസോഗ തന്റെ കൈ കാണിക്കുന്നു. എന്റെ കൈ നീ എടുക്ക് എന്ന് അവൻ ചലഞ്ച് ചെയ്യുന്നു. ഇത് നിന്റെ എന്തെങ്കിലും കെണിയാണോ? എന്നാലും സാരമില്ല, എന്തായാലും നിന്റെ ആ കൈ ഞാൻ എടുത്തിരിക്കും എന്ന് കാസ്ട്രോ പ്രഖ്യാപിക്കുന്നു. ഞാൻ മറ്റൊരു കൈ കൂടി എടുക്കാൻ പോവുകയാണ് എന്ന് അവൻ പെട്ടെന്ന് അപ്രത്യക്ഷനാകുന്നു. അവൻ എവിടെ പോയി എന്ന് കാണികൾ അതിശയിക്കുന്നു. കാസ്ട്രോ വീണ്ടും പ്രത്യക്ഷപ്പെട്ട് ഹിസോഗയുടെ വലത് കൈ മുറിച്ചു കളഞ്ഞു. ഹിസോഗയുടെ കൈ പോയിരിക്കുന്നു എന്ന് കമന്റേറ്റർമാർ വിളിച്ചു പറയുന്നു. പറന്നു വന്ന തന്റെ മുറിഞ്ഞുപോയ കൈ ഹിസോഗ ക്യാച്ച് ചെയ്യുന്നു. ഞാൻ മുമ്പ് നിന്നോട് ഫൈറ്റ് ചെയ്തതുകൊണ്ട് നീ ഏത് ടൈപ്പ് ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നതെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. നീ ഡബിൾ അല്ലേ യൂസ് ചെയ്യുന്നേ? ഹിസോഗ ചോദിക്കുന്നു. അതെ. ഇതെങ്ങനെ മനസ്സിലായി? കാസ്ട്രോ ചോദിക്കുന്നു. അവന്റെ ശരീരം 2ആയി പിളരുന്നു. കാണികൾ അത്ഭുതത്തോടെ ശ്വാസം വലിച്ചു. 2 കാസ്ട്രോമാരോ? ഇരട്ടകളാണോ? കമന്റേറ്റർ ചോദിക്കുന്നു. മാസ്റ്റർ വിങ്, അവരെ കാണാൻ ഒരുപോലെ ഇരിക്കുന്നു. അവർ ഡബിൾ ഗാംഗേഴ്സ് ആണോ? സൂസി ചോദിക്കുന്നു. അതെ,
അവർ ഡബിൾ ഗാംഗേഴ്സ് ആണ്, വിങ് സ്ഥിരീകരിക്കുന്നു. പക്ഷേ എനിക്ക് ഡബിൾ ഗാംഗർ എന്താണെന്ന് മനസ്സിലാകുന്നില്ല, സൂസി സമ്മതിക്കുന്നു. ഒരു ഡബിൾ ഗാംഗർ എന്നത് നിന്റെ ഒരു സെറോക്സ് കോപ്പി പോലെയാണ്. അത് നിന്റെ ശരീരത്തിൽ നിന്ന് എനർജി എടുത്ത് നിന്നെപ്പോലെ തന്നെ പെരുമാറും. നിന്റെ ഇരട്ടയെപ്പോലെ, വിങ് വിശദീകരിക്കുന്നു. പക്ഷേ എനർജി എടുക്കുന്നുണ്ടെങ്കിൽ കാസ്ട്രോ ഇപ്പോൾ ബോധം കെട്ട് വീഴേണ്ടതാണ്, അല്ലെങ്കിൽ കുറഞ്ഞത് ക്ഷീണിതനാകണം. പക്ഷേ അവൻ ഡബിൾ ഗാംഗർ ടെക്നിക്ക് ഇത്രയും ക്ലീൻ ആയിട്ട് ചെയ്യുന്നു. എത്ര വർഷമായി അവൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവും? സൂസി ആശ്ചര്യപ്പെടുന്നു. ഞാൻ ഓരോന്നായി വിശകലനം ചെയ്യുകയായിരുന്നു. ഞാൻ നിനക്ക് എന്റെ കൈ കാണിച്ച നിമിഷം നീ അപ്രത്യക്ഷനായി, എന്റെ ഇടത് കൈ അറ്റാക്ക് ചെയ്യാൻ. പക്ഷേ പെട്ടെന്ന് നീ എന്റെ വലത് കൈയുടെ അടുത്ത് പ്രത്യക്ഷപ്പെട്ടു. എന്നിരുന്നാലും എനിക്ക് നിന്റെ സാന്നിധ്യം എന്റെ മുമ്പിൽ അനുഭവിക്കാൻ കഴിഞ്ഞു. അതേസമയം എനിക്ക് പിന്നിൽ മറ്റൊരു സാന്നിധ്യം അനുഭവപ്പെട്ടു. അങ്ങനെയാണ് ഞാൻ നിന്റെ ടെക്നിക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കിയത്, ഹിസോക വിശദീകരിക്കുന്നു. ഇപ്പോൾ നിനക്ക് എന്നിൽ രണ്ടുപേരെ നേരിടേണ്ടി വരും. ഞാൻ ഇതുപോലെയുള്ള വസ്ത്രം ധരിക്കുന്നതിന് ഒരു കാരണമുണ്ട്. ഞാൻ എന്റെ ഡബിൾ ഗാംഗറിനെ എന്റെ നിഴലിനുള്ളിൽ ഒതുക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത്തരത്തിലുള്ള വസ്ത്രം ധരിക്കുന്നത്. ഞാൻ എന്റെ ഡബിൾ ഗാംഗറിനെ ഈ നിഴലിനുള്ളിൽ ഒളിപ്പിക്കുന്നു, കാസ്ട്രോ വെളിപ്പെടുത്തുന്നു. അപ്പോൾ അവൻ ഇത്രയും അയഞ്ഞ വസ്ത്രം ധരിക്കുന്നതിന്റെ കാരണം അവന്റെ നിഴലിൽ അവന്റെ ഡബിൾ ഗാംഗറിനെ ഒളിപ്പിക്കാനാണ്, കില്ലുവ മനസ്സിലാക്കുന്നു. നിന്റെ മറ്റേ കൈ എടുക്കാതെ ഞാൻ നിന്നെ പോകാൻ അനുവദിക്കില്ല, ട്രൂ ടൈഗർ ബൈറ്റ് എന്ന ടെക്നിക്ക് ഉപയോഗിച്ച് കാസ്ട്രോ പ്രഖ്യാപിക്കുന്നു. ഹിസോദ ഇപ്പോൾ ഒരു നിർണായക സാഹചര്യത്തിലാണ്. കഴിഞ്ഞ 2 വർഷമായി ആരും അവനെ കാണാത്ത ഒരവസ്ഥയിൽ. നിന്റെ മറ്റേ കൈ എടുക്കാൻ ഞാൻ എന്റെ യഥാർത്ഥ ടെക്നിക്ക് ഉപയോഗിക്കാൻ പോകുന്നു. അതിനുശേഷം നിനക്ക് നിന്റെ മത്സരങ്ങൾ തുടരാൻ കഴിയില്ല. നിനക്ക് എല്ലാ താല്പര്യവും നഷ്ടപ്പെടും, കാസ്ട്രോ വീമ്പിളക്കുന്നു. എന്തായാലും ഇപ്പോൾ നിന്നോട് യുദ്ധം ചെയ്യാൻ എനിക്കൊരു ചെറിയ പ്രചോദനം ലഭിച്ചു. എനിക്ക് അത് മതി, ഹിസോക പറയുന്നു. യുദ്ധം തുടരാൻ തയ്യാറാണ്. എപ്പിസോഡ് അവിടെ അവസാനിക്കുന്നു. ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ, താങ്ക് യു.